കോഴിക്കോട് വടകരയിൽ യാത്രക്കാർക്ക് ഭീഷണിയായി സ്വകാര്യ കമ്പനിയുടെ പരസ്യ ബോർഡ് നിർമ്മാണം നടക്കുന്നതായി പരാതി. കോടികൾ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച അമൃത് ഭാരത് സ്റ്റേഷനായ വടകര റെയിൽവേ സ്റ്റേഷനിലാണ് പരസ്യ ബോർഡ് നിർമ്മാണം നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ച മറയ്ക്കും വിധമാണ് പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. റെയിൽവേയുടെ പരസ്യങ്ങൾ കരാറെടുത്ത സ്വകാര്യ പരസ്യ കമ്പനിയാണ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന തരത്തിൽ പരസ്യ ബോർഡ് സ്ഥാപിക്കുന്നത്. ഇരുമ്പിൽ നിർമ്മിച്ച പരസ്യ ബോർഡിന്റെ സമീപത്തായി വൈദ്യുതി വകുപ്പിന്റെ 11 kV ലൈൻ കടന്നുപോകുന്നുണ്ട്. ചൊവ്വാഴ്ചയാണ് പരസ്യ ബോർഡിന്റെ പ്രവൃത്തി ആരംഭിച്ചത്. ചെറിയൊരു കാറ്റടിച്ചാൽ വൈദ്യുതി ലൈനിൽ പതിക്കുന്ന അവസ്ഥയിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കാറ്റിലോ മഴയിലോ ഇത് തകർന്നു വീണാൽ വൻ ദുരന്തത്തിന് വഴി തെളിയിക്കും. റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചയൊക്കെ തന്നെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലും നിരവധി വാഹനങ്ങൾ ഇടതടവില്ലാതെ സഞ്ചരിക്കുന്ന ഭാഗത്ത് ആളുകൾക്കൊക്കെ തന്നെ അപകടമുണ്ടാകുന്ന രൂപത്തിൽ വലിയ രൂപത്തിലുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയാണ്. ഇത്തരം ഒരു ബോർഡ് വടകരയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം പോലും അപകടത്തിൽപ്പെടുത്തുന്നതാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇലക്ട്രിക് ലൈനിലൊക്കെ അത് വന്ന് വീണു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഗുരുതരമായ അവസ്ഥ. പരസ്യ കമ്പനിക്ക് ബോർഡ് സ്ഥാപിക്കാൻ സ്റ്റേഷന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ വാഹനങ്ങൾ പോകുന്നതും ഇറങ്ങുന്നതുമായ വഴികളുടെ സൈഡിലാണ് അനുമതി നൽകിയത്. ഇതിൽ വ്യക്തത വരുത്താൻ ബന്ധപ്പെട്ടപ്പോൾ പ്രതികരിക്കാൻ റെയിൽവേ അധികൃതർ തയ്യാറായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ബോർഡ് സ്ഥാപിച്ചാൽ റോഡിൽ നിന്നും നോക്കിയാൽ റെയിൽവേ സ്റ്റേഷന്റെ ബോർഡും മറ്റും കാണാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. വൻ ഉയരത്തിലേക്കുള്ള ബോർഡാണെന്നറിഞ്ഞതോടെ വടകര ഡിവൈഎസ്പി ഇടപെട്ട് കരാറുകാരോട് പ്രവൃത്തി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് പോലീസ് റെയിൽവേയെ വിവരമറിയിക്കുകയും ചെയ്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.